കുറച്ചൊക്കെ എനിക്കും അറിയാം. എന്തറിയാന്ന്? മാഡം ആരോടും പറയില്ലെന്നുണ്ടെങ്കിൽ എന്ത് അഡ്ജസ്റ്റ്മെന്റും ഞാൻ തയ്യാറാണ്. സിനിമയിൽ കൂടെ തന്നെ സത്യം പറച്ചിൽ മുമ്പുണ്ടായിട്ടുണ്ട് അല്ലേ? അപ്പോൾ അത് പോട്ടെ. മൊത്തം 151 പേര് വരുന്ന പ്രതികളെ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് 151 പേരെ. അതിൽ 135 പേര് നമ്മുടെ അസോസിയേറ്റ്സ് ആയിട്ട് വരുന്ന ആൾക്കാരും 16 പേര് വലിയ താരങ്ങളുമാണ്. നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവില്ലേ എനിക്ക് ലിസ്റ്റ് എവിടെ നിന്ന് കിട്ടിയത്, കറക്റ്റായിട്ട് എണ്ണം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. നമ്മൾ ഈ ഹേമ കമ്മീഷൻ്റെ പിന്നാലെ അങ്ങോട്ട് പോയി. നമ്മളതിൽ എന്താ പറയുക, ഏതൊക്കെ താരങ്ങളാണ് പൊഴിഞ്ഞു വെക്കുന്നത്, ഏതൊക്കെ താരങ്ങളാണ് പൊട്ടിത്തെറിക്കുന്നതൊക്കെ നോക്കാൻ പോയി. ഇതേ സമയത്ത് നാട്ടിൽ സിനിമാക്കാർ മാത്രമല്ല ഉള്ളത്, രാഷ്ട്രീയക്കാരും മറ്റു പല സംരംഭവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോട്ടെ. അപ്പോൾ ഇന്നൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതായത് രാജ്യത്തെ MLA-മാരെയും MP-മാരെയും കൂട്ടത്തിൽ സ്ത്രീകൾക്കെതിരെ മോശമായിട്ട് അല്ലെങ്കിൽ റേപ്പ്, ബലാത്സംഗം, അതല്ലെങ്കിൽ ഹരാസ്മെൻറ്റ്, സെക്ഷലി വെർബലി എങ്ങനെയെങ്കിലുമൊക്കെ ഹരാസ്മെൻറ്റ് നടത്തിയിട്ടുള്ള മൊത്തം രാജ്യത്തെ MLA-മാരെയും MP-മാരെയും ഒരു ലിസ്റ്റ് ഇന്ന് വരികയുണ്ടായി. ആ ലിസ്റ്റിൽ മൊത്തം 151 ആളുകളുണ്ട്. സിനിമയിൽ 15 ആൾക്കാരുടെ പവർ ഗ്രൂപ്പ് അല്ലേ, ഇതിൽ 151 ആളുകളുടെ പവർ ഗ്രൂപ്പാണുള്ളത്. അതിൽ 135 MLA-മാരാണ്, ബാക്കി വരുന്ന 16 പേര് MP-മാരുമാണ്, താരങ്ങളാണ് അവർ. അതുമാത്രമല്ല, ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതലുള്ള ആൾക്കാരാരായിരിക്കും നമുക്ക് ചിന്തിക്കാം. അതെ, BJP-ക്കാരാണ്. താഴത്ത് കോൺഗ്രസും ബാക്കി എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. അത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെയാണ്. മമ്മൂട്ടിയാണോ, മോഹൻലാലാണോ, ജയറാമാണോ, സുരേഷ് ഗോപിയാണോ ചോദിച്ച് നടക്കുന്ന പോലെ നമ്മളതിൻ്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ല. ലിസ്റ്റ് അങ്ങനെ വന്ന് കിടക്കുന്നത്. ഈ ലിസ്റ്റ് ആരെങ്കിലും അറിഞ്ഞോ? നിങ്ങൾ ആരെങ്കിലും കേട്ടോ? സിനിമാക്കാർ സിനിമയിൽ ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നടിമാരും കൂടെയുള്ള മറ്റ് സ്ത്രീകളായിട്ട് അസോസിയേറ്റ്സ് ആയിട്ടുള്ള ആളുകൾക്കും ഈ അനുഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അറിഞ്ഞിട്ടും അറിയാണ്ടെയും അവരതിന് സമ്മതിക്കുന്നു സിനിമയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ രാഷ്ട്രീയത്തിലെ ഈ MLA-മാരെയും MP-മാരെയും എതിരെ കേസുകളാണുള്ളത്. ഓൾറെഡി തെളിഞ്ഞ് അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള കേസ് നിലവിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന കേസുകളാണ്. അതായത് ഈ പറഞ്ഞ ആളുകൾ കംപ്ലൈൻറ്റ് ചെയ്ത് വന്ന കേസുകളാണ്. മറ്റോടത്ത് കംപ്ലൈൻറ്റ്സും കാര്യങ്ങളും ഇതുവരെ വന്നിട്ടില്ല. നിലനിൽപ്പിന് വേണ്ടി അവരെന്തിനും റെഡി ആയിട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, കേസുകൾ തെളിഞ്ഞിരിക്കുന്നുണ്ട്. എന്നിട്ടോ വീണ്ടും ഇവരൊക്കെ തന്നെ നമ്മുടെ MLA-മാരും MP-മാരും നമ്മുടെ മന്ത്രിമാരും എല്ലാം ഉണ്ട്. ഇക്കൂട്ടത്തിൽ 5 പേര് മന്ത്രിമാരുമാണ് കേന്ദ്രത്തിലോട്ടും. അപ്പോൾ ഇക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ളത് 25 പേര് നമ്മുടെ വെസ്റ്റ് ബംഗാളിൽ നിന്നാണുള്ളത്. പിന്നെ ഒരു 21 പേര് ആന്ധ്രാപ്രദേശിൽ നിന്നും, പിന്നെ ഒരു 17 പേര് ഒഡീസ. ഇങ്ങനെ പോകും ഇതിൻ്റെ കണക്ക്. അപ്പം നമ്മളെല്ലാവരും സിനിമാക്കാരെ പിന്നിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പം നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട് ഭരിക്കുന്ന നിയമം കയ്യിലെടുക്കുന്ന, നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മളെല്ലാം ചെയ്യുമെന്ന് കരുതി നമ്മൾ ജയിപ്പിച്ച് വിട്ട MLA-മാരും MP-മാരെയും കൂട്ടത്തിലാണ് 151 പേര് പ്രതികളായിട്ടിരിക്കുന്നത്. അതിനെതിരെ ആർക്കും ഒന്നും പറയാനില്ല. റിപ്പോർട്ട് വെറുതെ വന്ന റിപ്പോർട്ടൊന്നുമല്ല. ഈ നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊൽക്കത്തയിൽ ആ ഒരു സംഭവം നടന്നു, ഇൻസിഡൻറ്റ് നടന്നതുകൊണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ടോട്ടൽ നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ റിപ്പോർട്ട്, അതായത് നമ്മുടെ MP MLA-മാരുടെ റിപ്പോർട്ടെന്നും പറഞ്ഞ് പുറത്തു വന്ന റിപ്പോർട്ടാണത്. പ്രോപ്പറായിട്ടുള്ള റിപ്പോർട്ട്. ഇതിനെതിരെ ഒരു സമരവുമില്ല, പോലീസില്ല, ഒരു പത്രപ്രവർത്തകരില്ല, മാധ്യമങ്ങളില്ല, സോഷ്യൽ മീഡിയാസ് ഇല്ല, ഒന്നുമില്ല. ആർക്ക് എന്തായാലും കുഴപ്പമില്ല. അത് വേറെ ഏതോ ഗ്രഹത്തിൽ നടക്കുന്ന വേറെ എന്തോ ഒരു സംഭവം പോലെ. എടാ, അതിലൊക്കെ 5 പേര് ഈ കൂട്ടത്തിൽ, ഞാനീ പറഞ്ഞ 151 ആൾക്കാരുടെ കൂട്ടത്തിൽ 16 പേര് MP-മാരെന്നല്ല, മൊത്തത്തിൽ 16 പേര് കൂട്ടബലാത്സംഗത്തിൻ്റെ പ്രതികളാണ്. IPC 376 ആയിട്ടാണ് കേസ് തോന്നുന്നത്. അങ്ങനെ 5 പേര്, ഈ കൂട്ടത്തിൽ 5 പേർക്ക് അതിനുള്ള കേസും ചുമത്തി അവർ പ്രതികളാണ്. എന്നിട്ട് പോലും അവർ MP-മാരും MLA-മാരും ഒക്കെ. ഇതാണ് നമ്മുടെ നാടിൻ്റെ ഒരു സ്റ്റൈല്. എന്ത് പറയാനല്ലേ? നിങ്ങൾ തന്നെ പറയാം നിങ്ങളുടെ അഭിപ്രായം കാര്യത്തിൽ.